നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്ഭവൻ എന്നത് കേരളത്തിന്റെയും ഒപ്പം തിരുവനന്തപുരത്തിന്റെയും അഭിമാന ഇടം തന്നെയാണ്. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ഭാഗം എന്ന് പറയുന്നത് തന്നെ രാജവീതി ഓർമ്മപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് രാജ്ഭവൻ. കാരണം അറിഞ്ഞോ, ഇനി മുതൽ രാജ്ഭവന്റെ പേര് മാറ്റുകയാണ്. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ നാളെ മുതൽ ലോക് ഭവനായി അറിയപ്പെടും. സ്വദേശമായ ഗോവയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇന്ന് തലസ്ഥാനത്ത് തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ നാളെ പ്രഖ്യാപനവും ഉണ്ടാകും. കഴിഞ്ഞ വർഷം രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഗവർണർമാരുടെ സമ്മേളനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് രാജ്ഭവനുകളുടെ പേര് ലോക് ഭവൻ എന്നാക്കണമെന്ന് നിർദ്ദേശിച്ചത്. തുടർന്ന് രാജ്യത്തെ രാജ്ഭവനുകളും രാജ്നിവാസുകളും, അതായത് ലഫ്റ്റനന്റ് ഗവർണറുടെ വസതികളും ലോക് ഭവൻ, ലോക് നിവാസ് എന്നിങ്ങനെ പേര് മാറ്റണമെന്ന് നവംബർ 25-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനമിറക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ രാജ്ഭവനല്ല, ലോക് ഭവനാണ്. കേരളത്തിൽ രാജ്ഭവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പകരം ലോക് ഭവനാണെന്ന് പറയണം. ആനന്ദ് ബോസ് ഗവർണറായിരിക്കുന്ന പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലെയും ഡാർജിലിംഗിലെയും രാജ്ഭവനുകൾ ശനിയാഴ്ച തന്നെ പേര് മാറ്റുകയും ചെയ്തു. ഭരണാധികാരിയുടെ വസതി എന്നാണ് രാജ്ഭവനുകളുടെ അർത്ഥം. എന്നാൽ ലോക് ഭവൻ എന്നാൽ ജനങ്ങളുടെ വസതി എന്നാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് രാജ്ഭവൻ എന്ന പേര് മാറ്റാൻ പോകുന്നത് എന്നുള്ളത്. രാജ്ഭവൻ എന്നാൽ ഭരണാധികാരിയുടെ വസതി എന്നും ലോക് ഭവൻ എന്നാൽ അത് ജനങ്ങളുടെ വസതിയാണ് എന്നുമാണ് പേരുകളുടെ വ്യത്യാസം. അപ്പോൾ അർത്ഥത്തിന്റെ വ്യത്യാസവും അർത്ഥത്തിന്റെ വ്യാപ്തിയും മനസ്സിലായില്ലേ? ഇനി രാജ്ഭവൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തണ്ട. ജനങ്ങൾ ധൈര്യമായി ഗവർണറെ വന്ന് കാണാം. അത് ജനങ്ങളുടെ വസതിയാണ്. അതാണ് ലോക് ഭവൻ. എന്തായാലും നാളെ മുതൽ ലോക് ഭവൻ എന്ന പേര് മാറ്റുമ്പോൾ തീർച്ചയായും ചില നിയമത്തിലും ചില നീക്കത്തിലും ഒക്കെ തന്നെ മാറ്റമുണ്ടാകും. കേരളത്തിലെ ജനങ്ങൾക്ക് ഗവർണറെ കാണണമെങ്കിൽ ഇനി ചില നിർദ്ദേശങ്ങൾക്ക് ശേഷം ചില കടമ്പുകൾ മാത്രം കടന്നാൽ ലോക് ഭവനിലേക്ക് എത്തി ജനങ്ങളുടെ വസതിയിലേക്ക് എത്തി ഗവർണറെ നേരിട്ട് കാണാവുന്നതാണ്. രാജ്ഭവനുകളെ കൂടുതൽ ജനകീയമാക്കി സംസ്ഥാനങ്ങളിൽ ഗവർണർമാരുടെ സാന്നിധ്യം ശക്തമാക്കാൻ കൂടിയാണ് NDA സർക്കാരിന്റെ ഈ നീക്കം. BJP അനുഭാവികളായ ഗവർണർമാർ ഇതിനോടകം തന്നെ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് കൊളോണിയൽ പൈതൃകം പേര് നടക്കുന്ന വിലയിരുത്തലിലാണ് രാജ്ഭവൻ എന്ന പേര് മാറ്റുന്നത്. എന്തായാലും രാജ്ഭവൻ എന്ന പേര് മാറ്റി ലോക് ഭവൻ ആക്കുന്നത് ജനങ്ങളും ഇരു കൈയോടുകൂടി സ്വീകരിക്കുകയാണ്. എന്തിനാണ് രാജവാഴ്ച മാറി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണാധികാരം മാറി ഇത്രയും കൊല്ലമായിട്ടും രാജ്ഭവൻ ഒക്കെ എന്ന പേര് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഇതാ ഒരു ഉത്തരം വരികയാണ്. രാജ്ഭവനല്ല, ലോക് ഭവനാണ് ഇനി മുതൽ.